വിസ്മയം തീർക്കുകയാണ് വി.ഡി. സതീശൻ സർക്കാർ. അരമണിക്കൂർ വീതം ദിവസം 2 പവർ കട്ട്, ആഴ്ചയിൽ 1 വീതം ചികിത്സാ പിഴവുകൾ, നിരനിരയായങ്ങനെ വിസ്മയങ്ങൾ, കസേര മാറുമ്പോൾ നിലപാട് മാറുന്ന അത്ഭുത പ്രതിഭാസം, വാലും തലയുമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെയും വാളെടുത്തിരുന്നവർ ഇന്ന് വേവലാതി പിടിച്ച് ഓടുകയാണ്. ജനം ഇരുട്ടത്തിരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് പറയുന്നതിനപ്പുറം ഒരു മന്ത്രിയുടെ ദയനീയ സ്ഥിതി വേറെയുണ്ടോ? മൈക്കിന് മുന്നിൽ ഇരുട്ടിൻ്റെ വിസ്മയത്തിലകപ്പെട്ട് മുഖ്യമന്ത്രിയും നിന്നുപോയി ഇന്നലെ. നിങ്ങൾക്ക് ഇത് വൈദ്യുതി നിയന്ത്രണമായിരിക്കാം, ജനങ്ങൾക്കിത് ഇന്ദിരാ കട്ടാണ്. 10 വർഷത്തിന് ശേഷം വീണ്ടും അവതരിച്ച മഹാവിസ്മയം. ഈവനിംഗ് ഡിബേറ്റ് ആരംഭിക്കുമ്പോൾ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈദ്യുതി മന്ത്രിയുടെ പ്രതികരണം കാണാം. രാത്രികാലങ്ങളിലെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. ഈ പ്രതിസന്ധി എല്ലാ സംസ്ഥാനങ്ങളും നേരിടുന്നതാണ്. അത് പരിഹരിക്കുന്നതിനെ കുറിച്ച് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടും അല്ലാതെയും ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എയർ കണ്ടീഷൻ ഇടുമ്പോൾ അത് 27 ഡിഗ്രി സെൽഷ്യസിൽ താഴരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇന്നലെ അഭ്യർത്ഥിച്ചു 25 ഡിഗ്രി ആയിട്ടെങ്കിലും നമ്മുടെ AC ഫിറ്റ് ചെയ്യണം. 2 ഇസ്തിരിപ്പെട്ടി ഉൾപ്പെടെയുള്ളത് രാത്രി കാലങ്ങളിൽ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് കൂടുതലായിട്ടുള്ള പ്രയാസം വരുന്നതുകൊണ്ടാണ് കൂടുതലായിട്ടുള്ള നിയന്ത്രണങ്ങൾ വരേണ്ടത്. നൗഫലുണ്ട് നമ്മളോടൊപ്പം. ഇപ്പോൾ നൗഫൽ, സാധാരണ ഈ സർക്കാരും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉള്ളത് ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാനും അതിന് പരിഹാരം ഉണ്ടാക്കാനുമാണ്. പക്ഷേ ഇവിടെ പാടെ ജനങ്ങളെ കൈയൊഴിയുന്ന ഒരു നിലയാണ് മന്ത്രി സ്വീകരിച്ചത്. ഇന്ന് നൗഫലാണ് മന്ത്രിയുടെ പ്രതികരണം നടന്ന സമയം അവിടെ ഉണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു മന്ത്രിയുടെ പുതിയ ന്യായീകരണങ്ങൾ ഇതിൽ? അക്ഷയ്, നമുക്കറിയാവുന്നതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി അല്ലെങ്കിൽ പവർ കട്ട് ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം അത് ഇന്ന് കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി തന്നെ തുറന്ന് സമ്മതിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതായത് 2010-15 കഴിഞ്ഞ തിരികെ എത്താം. ഇപ്പോൾ കോൺഗ്രസ് വക്താവ് VR അനൂപ് മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്കൊന്ന് പോയി വരാം. PM നിയാസ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബോധ്യം, കൺവിക്ഷൻ, അത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സംഘപരിവാർ ബന്ധമുണ്ട് എന്നുള്ള പരാതി പറയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചപ്പോൾ, മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് അനുവദിച്ച് കിട്ടിയില്ല എന്നാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ KSUവിൻ്റെ പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഇത് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് സമാനമായൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട് പരാതി പറയാൻ സമയം ചോദിച്ചപ്പോൾ ഇതുവരെ അനുവദിച്ച് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും മുഖ്യമന്ത്രി എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, പ്രത്യേകിച്ചും ഒരു KPCCയുടെ ജനറൽ സെക്രട്ടറി സമയം ചോദിക്കുന്നു, ആ സമയം അനുവദിച്ച് കിട്ടുന്നില്ല. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സമയം ചോദിക്കുന്നു, ഇതുവരെ സമയം അനുവദിച്ച് കിട്ടുന്നില്ല. തൊട്ടു മുമ്പ് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് RV ബാബു, അദ്ദേഹം ഒരു വർഗീയ വിദ്വേഷ പരാമർശം നടത്തി അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അനുഭാവപൂർവ്വം മുഖ്യമന്ത്രി കേട്ടു എന്നാണ്. അപ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ സ്പിരിറ്റോടുകൂടി ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, RV ബാബുവിനും ശശികലയ്ക്കും പോലും വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറിക്ക് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് സമയം ചോദിച്ചാൽ അത് അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുവെങ്കിൽ അത് ന്യായമാണ്. അദ്ദേഹം എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്, എല്ലാവരുടെയും മുഖ്യമന്ത്രി ആകേണ്ടതുണ്ട്. അതുപോലെ തന്നെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനും KPCC ജനറൽ സെക്രട്ടറിക്കും അവരുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ അവരുടെ ഈ പറയുന്ന പരാതികൾ ബോധിപ്പിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാകണം. അതല്ലെങ്കിൽ അത് പ്രവർത്തകരെ നിരാശപ്പെടുത്തും. ഒരു മനുഷ്യൻ എല്ലാം നേടിയിട്ടും ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്ന് പറയുന്ന പോലെ ആത്യന്തികമായി കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരുടെ അധ്വാനത്തിൻ്റെ ബലം കൂടിയാണ് ഈ V.D. സതീശൻ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മനസ്സിനെ വേദനപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത് എന്നാണ് എല്ലാ കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്നത്. കാര്യം കൂടി, അതായത് വളരെ ധാർഷ്ട്യത്തോടെ പുച്ഛത്തോടുകൂടി അദ്ദേഹം KSUവിൻ്റെ യൂണിറ്റ് കമ്മിറ്റിക്ക് എന്താണ് ഗവൺമെന്റ് നിയമനത്തിൽ കാര്യം എന്നാണ് ചോദിച്ചത്. അല്ല, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇപ്പോൾ KSUവിൻ്റെ യൂണിറ്റ് അല്ല അത് തീരുമാനിക്കുന്നത്. പക്ഷേ KSUവിന് അത് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റാകട്ടെ, ക്യാമ്പസിൽ ഓരോ KSU പ്രവർത്തകനാകട്ടെ എല്ലാ കാലത്തും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. KSUവിൻ്റെ തന്നെ ഏറ്റവും വലിയ അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, എല്ലാ നേതാക്കന്മാരെയും മഹാനായ R. ശങ്കർ തൊട്ട് K. കരുണാകരനും AK. ആൻ്റണിയും വരെ അത്തരം മുഖ്യമന്ത്രിമാരൊക്കെ ഇരുന്ന സന്ദർഭങ്ങളിലും KSU അതിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, തിരുത്തേണ്ട സന്ദർഭങ്ങൾ തിരുത്തിയിട്ടുണ്ട്.
അപ്പോൾ അത് സ്വാഭാവികമാണ്. ഇപ്പോൾ വി.ഡി. സതീശൻ തന്നെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഒക്കെ കാലത്ത് നടത്തിയ സതുദ്ദേശപരമായ വിമർശനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതേ പാതയിൽ ഓരോ കോൺഗ്രസ്സുകാരനും അതുപോലെ വി.ഡി. സതീശനെ മാതൃകയാക്കി ഇത്തരം സതുദ്ദേശപരമായ വിമർശനങ്ങളുമായി തിരുത്താൻ വേണ്ടി രംഗത്ത് വരും. അത് പാർട്ടിയെ സംബന്ധിച്ച് ഗുണകരമാണ്. അതാണ് വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ ഒരു നെഹ്റുവിയൻ ജനാധിപത്യ സങ്കല്പം എന്ന് പറയുന്നത്. അതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കേൾക്കുന്നില്ല. 2 തവണയായി അദ്ദേഹം അതൊന്നും കേൾക്കുന്നില്ല. ഇപ്പോഴും സമയമൊന്നും അനുവദിക്കപ്പെടുന്നില്ല. കാര്യങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും അത് അദ്ദേഹം അതിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വി ആർ അനൂപ്, കോൺഗ്രസ് വക്താവ്, മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തിരികെ ഈവനിംഗ് ഡിബേറ്റിലേക്ക് എത്തുമ്പോൾ നമ്മളോടൊപ്പം നൗഫൽ തുടരുകയാണ്. നൗഫൽ, ഈ വൈദ്യുതി പ്രതിസന്ധി അത് സംസ്ഥാനത്ത് മുൻപും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലയളവിൽ അടക്കം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ അന്നൊക്കെ എങ്ങനെയാണ് ആ സർക്കാർ ഇതിനെ മാനേജ് ചെയ്ത് പോയത്, ജനങ്ങളെ ഇരുട്ടിലാക്കാതെ മുന്നോട്ട് പോയത് എന്നതും കൃത്യമായിട്ട് നമുക്ക് മുന്നിലുണ്ട്. നമുക്ക് മാത്രമല്ല, ഇപ്പോഴത്തെ സർക്കാരിൻ്റെ മുന്നിലുമുണ്ട് അന്ന് എന്താണ് ചെയ്ത കാര്യങ്ങളെന്ന്. പക്ഷേ അതൊന്നും പാഠമാക്കാതെ ഇതാ ഇപ്പോൾ ജനങ്ങൾ ഇരുട്ടിലേക്ക് പോയിക്കോളൂ, പ്രതിസന്ധി തുടർന്ന് പോയിക്കോളൂ, ഞങ്ങൾക്കൊന്നും ഇതിൽ പ്രത്യേകിച്ച് ചെയ്യാനില്ല എന്ന നിലപാടാണല്ലേ സ്വീകരിക്കുന്നത്. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ്. അതായത് മന്ത്രി സണ്ണി ജോസഫിനോട് ഇത് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ പവർ കട്ട് ഉണ്ടായിരുന്നപ്പോൾ പോലും അത് ഏറിയാൽ ഒരു അരമണിക്കൂർ കൃത്യമായ സമയം നിശ്ചയിച്ചുകൊണ്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ നാം കാണുന്നത് കൃത്യമായ അങ്ങനെ ഒരു നിശ്ചിത ഇടവേളകൾ പോലും ഇല്ലാതെ തോന്നിയ സമയങ്ങളിൽ ഇടവിട്ട് കറണ്ട് പോവുകയും അത് 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂറിന് പുറത്തേക്ക് വരെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരവസ്ഥ കൂടിയാണ് നിലനിൽക്കുന്നത്. അത് മന്ത്രിയോട് പറയുമ്പോൾ മന്ത്രി പറയുന്നത് ഈ പറയുന്ന കടം വാങ്ങിയ വൈദ്യുതികൾ ജൂൺ ജൂലൈ ഉൾപ്പെടെയുള്ള വരുന്ന 4 മാസങ്ങളിൽ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ ആഭ്യന്തര ഉൽപ്പാദനത്തിലുണ്ടായ കുറവ് മാത്രമല്ല, മന്ത്രിയുടെ മറ്റൊരു വിചിത്രമായ ന്യായീകരണം രാത്രികാലങ്ങളിൽ ഇസ്തിരി ഉൾപ്പെടെയുള്ള അയൺ ബോക്സ് ഉൾപ്പെടെയുള്ള ഉപയോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ AC-യുടെ അളവ് നിങ്ങൾ 28 എന്നൊരു ക്രമാതീതമായ നമ്പറിൽ ഒതുക്കണം. അങ്ങനെയുള്ള കറണ്ട് ഉപയോഗം രാത്രി പീക്ക് സമയത്ത് കൂടുന്നതാണ് കാരണം. അതല്ലാതെ ഒന്നും തന്നെ ചെയ്യാനില്ല. പ്രത്യേകിച്ച് മന്ത്രി പറഞ്ഞത് എത്ര ദിവസം നീളും എന്നത് പോലും വകുപ്പിനും മന്ത്രിക്കും ഒരു ഉത്തരവാദിത്വ ബോധമില്ലാത്ത സംസാരമാണ് ഇന്ന് ഉണ്ടായത്. ഇത് എത്ര ദിവസം നീളും എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ അതിൽ ഉത്തരമില്ല. ഈ പറയുന്ന പ്രതിസന്ധിക്ക് എന്ത് പരിഹാരമാണ് സർക്കാർ കാണാൻ പോകുന്നത് എന്ന ചോദ്യത്തിനും അദ്ദേഹത്തിന് വ്യക്തമായ മറുപടിയില്ല. ഇന്നലെ ഈ പവർ കട്ടിന്റെ ഏറ്റവും നേർസാക്ഷ്യം അനുഭവിച്ച ഒരാൾ കൂടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കറണ്ട് കട്ടാകുന്നത്. അത് മുഖ്യമന്ത്രി തന്നെ ഏറെ നേരം മൈക്കിൽ സംസാരം തടസ്സപ്പെടുകയുണ്ടായി. മാത്രമല്ല, തിരുവനന്തപുരത്ത് 2ാമത്തെ മെഡിക്കൽ കോളേജായി UDF സർക്കാർ ഉയർത്തിക്കാട്ടുന്ന ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എത്തുമ്പോൾ രാത്രി ദൃശ്യങ്ങളിൽ നമുക്കത് ദൃശ്യങ്ങളിൽ പകർത്താൻ കഴിയാതെ പോയി എന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതായത് ജനങ്ങൾ ഏറെ നേരം 10-15 മിനിറ്റ് കൂരിരുട്ടിൽ തിങ്ങുന്ന ഒരവസ്ഥയായിരുന്നു. അത്രയും ഗുരുതരമായ അവസ്ഥയായിരുന്നു ജനറൽ ആശുപത്രിയിൽ പോലും ഉണ്ടായത്. അപ്പോൾ ആശുപത്രികളിൽ പോലും രോഗികൾ പോലും ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും സർക്കാരിന് ഇതിൽ ഒന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ ഇത് എത്ര ദിവസം നീളും എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവസാനം പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യമൊക്കെയായിരുന്നു കഴിഞ്ഞ LDF സർക്കാരിൻ്റെ അവസാന കാലത്തുണ്ടായത്. കഴിഞ്ഞ 10 വർഷക്കാലം നമുക്കറിയാം കേരളത്തിൽ പവർ കട്ടില്ലാത്ത കേരളം എന്താണെന്ന് ഈ പുതിയ തലമുറയിലുള്ളവർക്ക് പോലും വിദ്യാർത്ഥികൾക്ക് പോലും അറിയാത്ത ഒരു കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ അവസാന സമയത്ത് പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിലൊക്കെ ഈ പറയുന്ന ഗ്യാസ് LPG-യുടെയൊക്കെ വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ വീടുകളിൽ കൂടുതലും പാചകങ്ങൾ ഇലക്ട്രിക്, അതായത് ഇൻഡക്ഷൻ കുക്കർ വഴി ഇലക്ട്രിക്കിലായിരുന്നു പാചകം. അത്തരത്തിൽ കടുത്ത വേനലിൻ്റെ ഒരു സമയം കൂടിയായിരുന്നു. അപ്പോൾ പോലും ഒരു 15 മിനിറ്റ് ചെറിയ തോതിൽ ഒരു 3 ദിവസം മാത്രമാണ് അന്ന് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നത്. അന്ന് ഇതിനെ ഏറ്റവും കണിശമായ രീതിയിൽ വിമർശിച്ചവരാണ്. അന്ന് ഇവർ പരിഹസിച്ചത് കേക്കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചവരാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയും ഇന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയും KPCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള സണ്ണി ജോസഫ്. പക്ഷേ ഇന്ന് ഇതേ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇന്ദിരാ കട്ടാണോ എന്ന രീതിയിൽ പോലും ഇവരെ പരിഹസിക്കുന്ന രീതിയിൽ അവർ ഇപ്പോൾ KCB ഓഫീസേഴ്സ് അസോസിയേഷന്റെ മുൻ ഭാരവാഹി ശ്രീ സുരേഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ സുരേഷ്, ഇതാ സംസ്ഥാനം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. വൈദ്യുതി പ്രതിസന്ധി നമ്മളെ എല്ലാവരെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായൊരു ഇടപെടൽ നടത്താനായിട്ട് വൈദ്യുതി മന്ത്രിക്ക് സാധിക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്, ഞാൻ KPCC അധ്യക്ഷൻ എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും 2 ഉത്തരവാദിത്തങ്ങളും മികച്ച രീതിയിൽ നിർവഹിച്ചു പോവുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ നിലയ്ക്കൊന്നുമല്ല കാര്യങ്ങളെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾ ഇരുട്ടത്തിരിക്കുക, ഇതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നതാണ് മന്ത്രിയുടെ നിലപാട്.
നമുക്ക് മുന്നിലുള്ളതാണ് മുൻ സർക്കാർ എങ്ങനെയാണ് സമാനമായൊരു പ്രതിസന്ധിയെ നേരിട്ടതെന്ന്. അതായത് കഴിഞ്ഞ വേനൽക്കാലത്തടക്കം വൈദ്യുതി ഉപഭോഗം പീക്കിലെത്തുന്ന ഒരു നില, സർവകാല റെക്കോർഡും ഭേദിക്കുന്ന ഒരു ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് എന്താണ് ഈ സർക്കാർ ചെയ്തത്? നിലവിൽ ഇപ്പോൾ എന്താണ് ഉള്ള സർക്കാരിന് ചെയ്ത് ഈ പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് സാധിക്കുന്നത്? അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഒന്ന്, നമ്മുടെ നിലവിലുള്ള വൈദ്യുതി പ്രതിസന്ധി എന്ന് പറയുന്നത് രാജ്യവ്യാപകമായി എൽ നിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഇപ്പം മഴ കിട്ടുന്നില്ല, നമ്മുടെ ഉപഭോഗത്തിൽ കുറവ് വരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ഏപ്രിൽ മാസം അവസാനം കേരളം 6056 മെഗാവാട്ട് വരെ ഡിമാൻഡ് വന്നപ്പോഴും പ്രതിസന്ധി ഇല്ലാതെ വൈദ്യുതി കൊടുത്തിരുന്നു. 6056 മെഗാവാട്ട് വരെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റിയിരുന്നു. അതായത് അത്രയും ഡിമാൻഡ് നമ്മൾ റീഡ് ചെയ്തിരുന്നു. അതിന് മുകളിലേക്ക് ഡിമാൻഡ് പോയ സന്ദർഭത്തിലാണ്, പ്രത്യേകിച്ചും ആ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഒക്കെ സാഹചര്യത്തിൽ വലിയ രൂപത്തിൽ ഇൻഡക്ഷൻ കുക്കറുകളൊക്കെ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഡിമാൻഡ് 6056 മെഗാവാട്ടിന് മുകളിലേക്ക് പോയ സന്ദർഭത്തിലാണ് ചില പ്രദേശങ്ങളിൽ റെസ്ട്രിക്ഷൻസ്, താൽക്കാലികമായ പീക്ക് ലോഡ് റെസ്ട്രിക്ഷൻസ് വേണ്ടി വന്നത്. അതും ദീർഘനേരം നീണ്ടു നിൽക്കുന്നല്ല, ഒരു 15 മിനിറ്റ് വരെയൊക്കെ ചില സ്ഥലത്ത്, അത് സംസ്ഥാന വ്യാപകമായി മൊത്തത്തിലല്ല. പക്ഷെ ആ സമയത്ത് ഇത് വൈദ്യുതി ബോർഡിന്റെ ആസൂത്രണ പിഴവ്, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ കരുതാര്യസ്ഥത തുടങ്ങി വലിയ രൂപത്തിലുള്ള ബഹളമാണ് അന്ന് നമ്മൾ കേരളത്തിൽ കേട്ടത്. അതിനകത്ത് ഇന്നത്തെ വൈദ്യുതി മന്ത്രി അടക്കമുള്ള ആളുകളും നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ നമുക്കറിയാം. പക്ഷെ ഇന്നലെ ഇപ്പം നമ്മൾ ഏകദേശം 1 മണിക്കൂറൊക്കെ വെച്ച് ലോഡ് ഷെഡ് ചെയ്തിരുന്ന ഇന്നലെ എന്തായിരുന്നു നമ്മുടെ ഡിമാൻഡ്? ഇന്നലെ രാവിലെ 3869 മെഗാവാട്ടിന്റെ ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ. ഈവനിങ് പീക്ക്, അതായത് വൈകുന്നേരത്തെ 7 മണി മുതൽ വൈകുന്നേരം 7:30 വരെയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് 4830 മെഗാവാട്ടാണ് ഡിമാൻഡ് ഉണ്ടായത്. പകൽ സമയത്ത് നമുക്ക് 4081 മെഗാവാട്ട് മാത്രമേ ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇന്നലെ പരമാവധി പോയ ഡിമാൻഡ് 4830 മെഗാവാട്ടാണ്. ആ സമയത്ത് നമ്മൾ ഏകദേശം 621 മെഗാവാട്ട്, അതായത് 7 മണി മുതൽ 8 മണി വരെ 508 മെഗാവാട്ട്, 8 മണി മുതൽ 9 മണി വരെ 621 മെഗാവാട്ട്, 9 മണി മുതൽ 10 മണി വരെ 628 മെഗാവാട്ട്, 10 മുതൽ 11 മണി വരെ 610 മെഗാവാട്ട്, 11 മുതൽ 12 മണി വരെ, അതായത് നട്ടപ്പാതിരയ്ക്ക് 12 മണി വരെ 455 മെഗാവാട്ട് എന്നിങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ലോഡ് ഷെഡിങ് ചെയ്യേണ്ടി വന്നു. അപ്പം ഇത് യഥാർത്ഥത്തിൽ തികഞ്ഞ കെടുകാര്യസ്ഥത ഇതിനകത്ത് ഉണ്ട് എന്ന് പറയേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. 2023 നമ്മൾ ഇതുപോലെ ഒരു പ്രതിസന്ധിയെ നേരിട്ടിരുന്നു. അന്ന് നമ്മുടെ ദീർഘകാല കരാറ് 465 മെഗാവാട്ടിന്റെ ദീർഘകാല കരാർ റെഗുലേറ്ററി കമ്മീഷൻ ഗവൺമെന്റിന്റെ നിർദ്ദേശം പോലും അവഗണിച്ചുകൊണ്ട് റദ്ദ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ അത്രയും പെട്ടെന്നൊരു 465 മെഗാവാട്ടിന്റെ ഒരു ഷോർട്ടേജ് വന്നത് എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയും? കാരണം നമ്മൾ അത് വെച്ചിട്ടാണല്ലോ കാര്യങ്ങൾ മാനേജ് ചെയ്തു പോകുന്നത്. അത് എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയുമെന്ന് പെട്ടെന്നാണ്, ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. ഇതിപ്പോ കഴിഞ്ഞ 2 മാസമായി പ്രശ്നം തുടരുകയാണല്ലോ. പക്ഷെ ഇതൊരു ഒറ്റ ദിവസം കൊണ്ടായി ഈ പ്രതിഭാസം പരിഹരിക്കുന്നതിന് വേണ്ടി അന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു, ഡയറക്ടർമാരെ പ്രത്യേകം വിളിച്ചു. എന്നിട്ട് ഓരോ ഡയറക്ടർമാർക്കും ഓരോ പ്രദേശത്തിന്റെ ഓരോ റീജിയന്റെ ചുമതല കൊടുത്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ പറഞ്ഞു. 10ഓളം സംസ്ഥാനങ്ങളിൽ ചെന്ന് അവിടെ വൈദ്യുതി സർപ്ലസ് ഉള്ളത് കണ്ടെത്തി ആ സർപ്ലസ് കേരളവുമായി ബൈലാറ്ററൽ കരാർ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പ്രശ്നം പരിഹരിച്ചത്. ഇപ്പോഴും അത്തരത്തിലുള്ള ചില സാധ്യതകളുണ്ട്. പവർ എക്സ്ചേഞ്ചിൽ പോയി സാധാരണഗതിയിലുള്ള ടെൻഡർ നടപടികൾ എടുക്കുക, 10 രൂപയ്ക്ക് കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിനുള്ള കണ്ടിജൻസി മാർക്കറ്റിൽ പോകുക തുടങ്ങിയതിനപ്പുറത്തേക്ക് ബൈലാറ്ററലായി വൈദ്യുതി വാങ്ങാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടോ എന്നൊരു പരിശോധന ഗവൺമെന്റ് നോക്കിയിട്ടുണ്ടോ? ഈ നിലയ്ക്കുള്ള എന്തെങ്കിലും വളരെ എന്താ പറയാ ക്രിയാത്മകമായ ഗവൺമെന്റ് ലെവൽ ഇടപെടൽ, പൊളിറ്റിക്കൽ ഇടപെടൽ, ഉദ്യോഗസ്ഥ തലത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറത്തായി ഒരു ഗവൺമെന്റ് എന്ന രൂപത്തിൽ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ആ ക്രൈസിസ് പരിഹരിക്കാനുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ യാതൊരു ഇടപെടലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. ഇത് തീർച്ചയായും ഇക്കാര്യത്തിനകത്ത് വൈദ്യുതി മന്ത്രി ഉപഭോഗം കുറയ്ക്കണം, ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കുന്ന കുറയ്ക്കണം, മറ്റ് രൂപത്തിലുള്ള കൺസംഷൻ കുറയ്ക്കണം എന്നൊക്കെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ പറയുന്നത് നല്ലതുമാണ്. കാരണം ആ നിലയ്ക്ക് പരമാവധി വേസ്റ്റേജ് ആയിട്ടുള്ള എന്തെങ്കിലും ഉപഭോഗം ഉണ്ടെങ്കിൽ ആളുകൾ കുറയ്ക്കുക തന്നെ വേണം. പക്ഷേ ആളുകള്
അവരുടെ ഓർമ്മയെ പരിശോധിക്കുന്ന രൂപത്തിലേക്ക് ആവരുത് മന്ത്രിയുടെ പ്രതികരണം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. ഈ ഒരു ജനങ്ങൾ മാത്രം നിയന്ത്രിച്ചിട്ട് കാര്യമില്ല, മന്ത്രിതലത്തിലുള്ള ഇടപെടലുകൾ വേണം. അതോടൊപ്പം തന്നെ ഈ കാലം എന്ന് പറയുന്നത് വൈദ്യുതിയൊക്കെ നമ്മുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ആവശ്യമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ നിലയ്ക്ക് സർക്കാരിന്റെ ഏറ്റവും അടിയന്തരമായിട്ടുള്ള ഇടപെടൽ കൂടി വേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ആ നിലയ്ക്ക് ഇടപെടൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ സർക്കാരിന്റെ ഒരു തലത്തിലുള്ള ഭരണത്തിലെ ഒരു വീഴ്ച എന്ന് തന്നെ നമുക്കിതിനെ ചൂണ്ടിക്കാണിക്കാനാവും അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇനി അടിയന്തരമായിട്ട് എന്താണ് ഇപ്പോൾ ചെയ്യാനായി സാധിക്കുന്നതും എന്തുകൊണ്ടായിരിക്കാം? പക്ഷേ ആ നിലയ്ക്കൊന്നും നമുക്ക് അറിയാം, കഴിഞ്ഞ സർക്കാരൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലുള്ളതാണ്. പക്ഷേ അതിനെ ഒന്നും മാതൃകയാക്കി ഇവരെന്തുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ളൊരു മെഷർ എടുത്ത് മുന്നോട്ട് പോകാത്തതും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ തയ്യാറാവാത്തതും? ഒന്നിപ്പം നമ്മൾക്ക് പകൽ സമയത്ത് ഏകദേശം 6.75-7 മില്യൺ യൂണിറ്റോളം വൈദ്യുതി നമ്മൾ സറണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 6 മുതൽ 10 യൂണിറ്റ് വരെ മില്യൺ യൂണിറ്റ് വരെ, ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി വരെ പകൽ സമയത്ത് നമുക്ക് സറണ്ടർ ചെയ്യേണ്ടി വരാറുണ്ട്. ഈ ഇത്തരത്തിലുള്ള സറണ്ടർ ചെയ്യുന്ന ഘട്ടങ്ങളിൽ ഈ സ്ഥാനത്തെ പീക്ക് പകലുള്ള ചില സംസ്ഥാനങ്ങളായി നമുക്ക് വൈകുന്നേരങ്ങളുമായി സ്വാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ആ പരിശോധന യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ലെവലിൽ നടത്തേണ്ടതുണ്ട്. അപ്പൊ കർണാടക ഇന്നലെ 1 യൂണിറ്റ് വൈദ്യുതിക്ക് 9 രൂപ 8 പൈസ തോതിൽ 600 മെഗാവാട്ടിന്റെ വൈദ്യുതി വിൽക്കുകയുണ്ടായി പവർ എക്സ്ചേഞ്ച്. കർണാടക ഈ പറഞ്ഞൊരു കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ, കേരള UDF ആണല്ലോ. നമ്മുടെ പീക്ക് ടൈമിൽ അവർക്ക് 9 രൂപ 8 പൈസക്ക് അങ്ങനെ ഇത് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 10 രൂപയ്ക്ക് മുകളിൽ വൈദ്യുതി വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ബയലാറ്ററൽ അറേഞ്ച് ഉണ്ടാക്കാൻ കർണാടക സർക്കാരുമായി ഒരു ചർച്ച നടത്തി അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് വൈദ്യുതി ആ നിലയ്ക്ക് കിട്ടുമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് ഇത് യഥാർത്ഥത്തിൽ ഓരോ ദിവസത്തെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കി വളരെ പ്രൊയാക്റ്റീവായിട്ട് ഇടപെടുക എന്ന ഒരു നടപടി യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷെ അന്നിലയ്ക്കുള്ള ഇടപെടൽ ഉണ്ടാവുന്നില്ല. ഗവൺമെന്റ് വളരെ പാസീവായി കാര്യങ്ങളെ കാണുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് തീർച്ചയായും ഈ നിലയ്ക്കല്ല ഒരു ഗവൺമെന്റ് ഇടപെടൽ. ഒരു ക്രൈസിസ് വരുമ്പോൾ ക്രൈസിസ് മാനേജ്മെന്റ് ചെയ്യുന്നതാണ്, അത് മാനേജ് ചെയ്ത് ജനങ്ങൾക്ക് കാര്യങ്ങൾ നടത്തിക്കൊടുക്കാൻ കഴിയുന്നതാണ് ഒരു ഗവൺമെന്റ്. അല്ലാതെ സാധാരണഗതിയിൽ ഒരു സമാധാന കാലത്ത് കാര്യങ്ങളൊക്കെ നടക്കുമ്പോലെ നടക്കുന്നതിന് പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ ആവശ്യമില്ല. ക്രൈസിസ് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഗവൺമെന്റാണ് വേണ്ടത്. കഴിഞ്ഞ 10 വർഷം കേരളം കണ്ടത് അത്തരത്തിലുള്ള ക്രൈസിസ് മാനേജ്മെന്റുകളാണ്. അങ്ങനെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പവർക്കട്ട് ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത 10 വർഷം സമ്മാനിക്കാൻ നമുക്ക് കഴിഞ്ഞത്. ആ നിലയ്ക്കുള്ളൊരു ഇടപെടൽ ഇപ്പോഴത്തെ ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാവുന്നില്ല. അതിൽ മറ്റൊരു കാര്യം ശ്രീ സുരേഷ്, ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ പലയിടത്തും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ചുള്ളത്. അതായത് അറിയിപ്പ് നേരത്തെയൊക്കെ നമുക്കറിയാം, എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ വൈദ്യുതി മുടങ്ങും, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണുകളിലേക്ക് അടക്കം കൃത്യമായിട്ടുള്ള മെസ്സേജുകൾ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടാവുന്നില്ല. പക്ഷേ മന്ത്രിയെ പോലെയുള്ള ആളുകളൊക്കെ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു അതിന് നിയന്ത്രണം ഉണ്ടാകും. പക്ഷേ ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് അത്തരത്തിൽ അറിയിപ്പുകളൊന്നും ലഭിക്കുന്നില്ല. അങ്ങനെ 2ഉം 4ഉം തവണയൊക്കെ വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. എന്തുകൊണ്ടായിരിക്കും ഈ ജനങ്ങൾക്ക് ഒരു അറിയിപ്പ് ഇത് സംബന്ധിച്ച് നൽകുന്നതിലെ ഒരു അലംഭാവം ഇവർ കാണിക്കുന്നത്? യഥാർത്ഥത്തിൽ വൈകുന്നേരങ്ങളിൽ ഒരു 6-7 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്ത് വൈദ്യുതി ലഭ്യത എത്രയാണ്, എത്രത്തോളം നമുക്ക് കൊടുക്കാൻ കഴിയും, എത്ര ഡെഫിഷ്യൻസി ഉണ്ട്, കുറവുണ്ട് എന്നതിന്റെ കണക്ക് എല്ലാ ദിവസവും ഉച്ചയോടുകൂടി തന്നെ രാവിലെ തന്നെ യഥാർത്ഥത്തിൽ വൈദ്യുതി ബോർഡ് നടക്കും. കാരണം തലേ ദിവസത്തെ ഡേ ഹെഡ് മാർക്കറ്റിലെ ഈ ക്ലിയറൻസ് കൂടി കഴിയുന്നതോടുകൂടി ഏറെക്കുറെ ഇക്കാര്യത്തിനകത്ത് കൃത്യത വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾക്ക് ഇതിനകത്ത് വരുന്ന ഏതൊക്കെ സമയത്ത് ഏതൊക്കെ രൂപത്തിൽ ഷെഡിങ് വേണ്ടി വരും അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് വേണ്ടി വരും എന്നത് ജനങ്ങളെ അറിയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. നേരത്തത് ഇപ്പം ഒരു പ്രത്യേക ഡിമാൻഡ് കഴിഞ്ഞാൽ അപ്പോ ആ ഡിമാൻഡ് കഴിയുന്ന സന്ദർഭത്തിൽ തൽക്കാലത്തേക്ക് ഒന്ന് വൈദ്യുതി ഡാമിൽ, അതായത് ഡിമാൻഡ് സൈഡ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ ഡിസ്കണക്ട് ചെയ്യപ്പെടുക എന്ന രീതിയിലല്ല. ഇതൊരു കൃത്യമായിട്ട് ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ഷെഡ് ചെയ്ത് പോവുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ജനങ്ങളെ ഈ കാര്യം അറിയിക്കാൻ ഗവൺമെന്റിന് കഴിയേണ്ടത്. അതെന്തുകൊണ്ടാണ് ആ നിലയ്ക്ക് അറിയിക്കാത്തത് എനിക്ക് മനസ്സിലാവില്ല. തീർച്ചയായിട്ടും അറിയിച്ചു തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ സാഹചര്യത്തിൽ ഗുണകരമാവുക. ശരി, വളരെ നന്ദി ശ്രീ സുരേഷ് അവസരത്തിൽ പ്രതികരിച്ചതിന്. ഓഫീസേഴ്സ് അസോസിയേഷൻ മുൻ നേതാവാണ് അദ്ദേഹം. നമ്മളോടൊപ്പം നൗഫൽ കൂടി തുടരുകയാണ്. നൗഫൽ, ഈ മഴ വരും, അതോടൊപ്പം തന്നെ എൽനിനോ ഉണ്ടാകുമെന്നതൊക്കെ മുന്നേ അറിഞ്ഞ കാര്യങ്ങളാണ്. ഇത്തവണ കാലവർഷം കാര്യമായി ഉണ്ടാവില്ല എന്ന് ജൂണിനൊക്കെ മുന്നേ തന്നെ കാലാവസ്ഥാ വകുപ്പ് കൃത്യമായിട്ടുള്ള അറിയിപ്പ് നമുക്കൊക്കെയും നൽകിയതാണ്. പക്ഷേ
അതൊക്കെ കണക്കിലെടുത്ത് നേരത്തെ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു ആസൂത്രണമൊക്കെ നടത്തി വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കേണ്ട വ്യക്തിയായിരുന്നു ഈ സംസ്ഥാനത്തെ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. പക്ഷേ ആ നിലയ്ക്കൊന്നും കാര്യങ്ങൾ പോയില്ല. അപ്പോൾ ആസൂത്രണത്തിലെ ഒരു പാളിച്ചയായി കൂടി ഇതിനെ കാണാനാവില്ലേ? അക്ഷയ്, അത് പറയുമ്പോൾ ഒരു കാര്യമുള്ളത്, ഈ മഴ ഇല്ല എന്ന് പറയുമ്പോഴും അത്ര വലിയ കുറവൊന്നും ഗണ്യമായ കുറവ് ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെയും മോശമല്ലാത്ത രീതിയിൽ തന്നെയാണ് മഴ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ടാണ് മഴയ്ക്ക് നേരിയ ശമനമുണ്ടായത്. പക്ഷേ അങ്ങനെ ഒരു ന്യായം പറഞ്ഞ്, അങ്ങനെ ഒരു വാദം പറഞ്ഞുകൊണ്ടാണ് സർക്കാർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞത് മഴ ഉണ്ടായതിൻ്റെ മഴ ലഭ്യതയുടെ കുറവാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോഴും വസ്തുത എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെയും അത് മാന്യമായ രീതിയിൽ മഴ കേരളത്തിൽ ലഭിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ന്യായം പറഞ്ഞാണ് സർക്കാർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. മറ്റൊരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ ഇനി അഥവാ തന്നെ ഇങ്ങനെയൊരു പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും അത് കൃത്യമായി ആസൂത്രണം ചെയ്ത് ജനങ്ങളിലേക്ക് പറയുമ്പോൾ, ജനങ്ങൾക്ക് ആ സന്ദേശം നൽകുമ്പോൾ എത്ര സമയമാണ് കറണ്ട് ഇല്ലാതാവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ക്രമീകരിക്കുക എന്നൊരു കാര്യം ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ ഇത് കൃത്യമായ ഒരു സമയക്രമം പാലിക്കാതെ രാത്രി തന്നെ പല ഘട്ടങ്ങളിലായി 7 മണിക്കും പിന്നാലെ 8 മണിക്ക് ശേഷവും പിന്നാലെ രാത്രി ഉറങ്ങുന്ന സമയത്ത്, അതായത് പാതിരാത്രി 12 മണിയോട് അടുപ്പിച്ചുമൊക്കെ പല സമയങ്ങളിലായാണ് കറണ്ട് പോകുന്നത്. അതായത് അരമണിക്കൂർ എന്നുള്ളത് ഇപ്പോൾ 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പില്ലാത്ത രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലാണ് ഈ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് വസ്തുത. അവിടെയാണ് മന്ത്രി സണ്ണി ജോസഫിന് അല്ലെങ്കിൽ സർക്കാരിന് ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ലായ്മയുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് ഉണ്ടായത്. ഈ വകുപ്പ് ബന്ധപ്പെട്ട KSEBയുടെ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പ് വരും. പക്ഷേ മന്ത്രി അതിനെ വ്യാഖ്യാനിക്കുന്നത് മറ്റൊരു തരത്തിലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയും. വിമർശിക്കാൻ കാണിച്ച ആ ഉത്സാഹങ്ങളൊന്നും തന്നെ അധികാരത്തിൽ വന്നപ്പോൾ മന്ത്രിക്കോ സർക്കാരിനോ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. അതിന് അവർ പറയുന്ന ന്യായം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായ ഒരു 3 ദിവസം മാത്രം, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഉണ്ടായ 15 മിനിറ്റ് നേരത്തെ ഒരു വൈദ്യുതി നിയന്ത്രണത്തെ എടുത്തു കാട്ടിക്കൊണ്ട് എല്ലാ സർക്കാരിൻ്റെ കാലത്തും ഇങ്ങനെയൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ രാജ്യത്ത് മുഴുവൻ ഇത്തരത്തിലൊരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മാറുന്നുണ്ട്. മാത്രമല്ല ഇന്ന് അദ്ദേഹം പറഞ്ഞത് 1500 വോൾട്ടിലധികം അധിക ഉപയോഗമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്നത് എന്നൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ സർക്കാരിൻ്റെയൊക്കെ കഴിഞ്ഞ 10 വർഷം, അതാണ് നമ്മൾ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിൽ ഇതുപോലെ സമാനമായ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്, ഇതുപോലെ ഉപഭോഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ എങ്ങനെ മറികടക്കണമെന്നും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അറിയാവുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനേജ്മെൻറ്റ് KSEBയുടെ ഭാഗത്തു നിന്നും മന്ത്രിതലത്തിലും ഉണ്ടായിരുന്നു. അതവർ കൃത്യമായി വിനിയോഗിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് കടന്നുപോയത്. പക്ഷേ അങ്ങനെ ഒരു ആസൂത്രണം ഇല്ലായ്മയുടെ വ്യക്തമായ കാഴ്ച തന്നെയാണ് കഴിഞ്ഞ അധികാരത്തിൽ വന്ന് 2 മാസത്തിനിടയിൽ സംസ്ഥാനത്ത് വൈദ്യുതി മേഖല നേരിടുന്ന പ്രതിസന്ധി. അത് പരിഹരിക്കാനാകാതെ മന്ത്രിയും വകുപ്പും ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു രീതിയിൽ ഒരു സമീപനവും തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കോൺഗ്രസിനകത്ത് തന്നെ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ളവർ തന്നെ മൗനത്തിലാണ് ഇക്കാര്യത്തിൽ ചോദിക്കുമ്പോൾ ആർക്കും തന്നെ ഒന്നും പറയാനില്ല. അന്ന് പരിഹസിച്ചവരാരും തന്നെ ഇന്ന് വാതുറക്കാത്ത ഒരവസ്ഥ കൂടി തന്നെയാണ്. അവർക്ക് തന്നെ അറിയാം ഇതൊരു യാഥാർത്ഥ്യമാണ്, മറുപടി ഇല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ്. അക്ഷയ്.